ആഴ്ചയിൽ എന്നൂല്ല കളിക്കാന്നാണ് ഇപ്പൊ ഞങ്ങള്. എന്നൂല്ലാത്ത വാമപ്പാണ് ഇന്നൊക്കെ. ഇന്നിപ്പോ ക്യാമറ എടുക്കണ്ടായിരുന്നിരിക്കണം. അതിന്റെ ഊറ്റാണ് ഇപ്പൊ ഇതൊക്കെ. ഇവനൊക്കെ എന്നും വീശലാണ്. എന്നാലും ഇന്നൊക്കെ ഭയങ്കര വാമപ്പും. ഇത് ജൂനിയർ ഉണ്ണി കേട്ടോ, ഭയങ്കര അടിക്കാരനാണ്. സീനിയർ ഉണ്ണി ഇപ്പൊ വരും. ജിത്തു കേട്ടോ കളിച്ചുമ്പോ എന്തായാലും ബാറ്റുമ്പോ കൊള്ളിക്കൂല, എല്ലാം ഒരു വാശിയാണ്. അതിന്റെ അടി കൂടെ തോലത്തെ കുറ്റിമക്ക് എറിഞ്ഞ കളിച്ചാ ഹെൽത്ത് കൂടെ പോലെ എനിക്ക് ആദ്യം തന്നെ അറിയാം. പിന്നെ ജൂനിയർ ഉണ്ണി എറിഞ്ഞു ഓൻ എങ്ങനെ എറിഞ്ഞ ടൈം കൂടെ പോണില്ല. അപ്പൊ ആഴ്ചയിൽ എന്നത്തെയും പോലെ തന്നെ നമ്മളെ കളി അടക്കാണ്. ഇതോടെ ചെക്കന്മാരൊക്കെ ഫുൾ സെറ്റാണ്. അപ്പൊ ഏതായാലും ഇനി നമ്മളെ കളി കാണാം. അവിടെ ചന്ദ്രനുണ്ടോ? ഇല്ല, ഇവിടെ സുതിയുണ്ട്. അതല്ല, അവിടെ ആകാശത്ത് ചന്ദ്രനുണ്ടോ? ഒരു ഗോളല്ലേ? സോനുവിന്റെ ആയിക്കൂടെ ഇപ്പൊ 4 പോയത്. ആ നിരാശയിൽ ഇരിക്കാണ് ചെക്കന്. പൊട്ടത് ഇത് അപ്പു ഓൾറൗണ്ടർ കം ഫുള്ളാണ്. ഓ എന്താ പ്രൊഫഷണൽ ബാറ്റിങ്ങിലെ എജ്ജാതി കളി. 4 അങ്ങോട്ട് അടിച്ചിരിക്കണ ആള്. ഒക്കർച്ചാന്റെ മോളെ പാത്തോല്ലത് എന്ത് ചേലോളെ കാണാന് യോപ്പ നോക്കറാ. ഇച്ചെറുക്കനെ നമ്മളെ പൊടിച്ചിക്കാണ് അങ്ങോട്ട് ഫീൽഡിങ് നിർത്തിയാട്ടോ. നമ്മളെ പ്രമേട്ടൻ്റെ മകനാണ്. പിന്നെ ഞാനാണ് ഓവർ ചെയ്യുന്നത്. ഞാൻ ഓവർ ചെയ്യുന്നത് എല്ലാവരും നമ്മൾ ലോങ് ആയിട്ട് ഇറക്കിക്കണം. നസീം വയസ്സൊക്കെ അടി അറിയും, ഫുൾ അടി എജ്ജാതെ ഏറെ അറിയും. അടുത്ത ബോളായാലും നസീം വയസ്സിനെ കുറ്റി അങ്ങോട്ട് എടുക്കുമ്പോൾ പറഞ്ഞാൽ കുറ്റി എടുത്തില്ലെങ്കിലും ബോൾ ഞാൻ അങ്ങോട്ട് മിസ്സാക്കി കൊടുത്തു. അപ്പണ്ട് സോനു എടുക്കുന്നു. സോനു കുറേ നേരം ഇറങ്ങണം. 8 ഓവർക്ക് 64 റൺസ് ജയിക്കാം. 63 അല്ലേ? 64 ഉണ്ട് ശരിക്കും ചോദിച്ചപ്പോൾ ലാസ്റ്റ് 63 കിട്ടിട്ടോ. ഇവന്റെ വിക്കറ്റ്.
അത് പ്രാർത്ഥിച്ച സാധനമാണ് ഇപ്പൊ കയ്യിലുള്ളത്. ഇപ്പൊ കയ്യിലുള്ളതിനോട് ഒരാൾക്ക് നന്ദി ഉണ്ടെങ്കിൽ അതുപോലെ നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് എഴുതി വെക്കേണ്ട ആയത്തുകൾ. പ്രശ്നമായില്ലേ? ഓലെന്തോ കാട്ടിയതാ തോന്നുന്നുണ്ട്. ഇവലേ ഓളെ കറണ്ട് പോയാണ് കറണ്ട് വന്ന് നീ വിഷയമാണോ? നീ സീനാണോ? ഞങ്ങൾ ടീമത്തെ ചെക്കൻ അങ്ങോട്ട് ഇറക്കി. അപ്പൊ തന്നെ ഒരാകെ പതറിക്കണം. അങ്ങോട്ട് ഇറങ്ങിക്കൂടെ ഇറങ്ങി അവനോട്. പിന്നെ ആകെ 6ഉം 4 ആയിട്ട് ഒരു കളിയായിരുന്നു. നീ ആരെയും നമ്പി പോകാതെ ഒന്നേ നീയെ നമ്പി തനിയാവി വാഴും സന്തോഷമായിരിക്കും. പക്ഷെ അവൻ നമ്മളെ പോലെ അല്ല വിനോദ്. ഇല്ലാത്തതിന്റെ പേരിൽ വിഷമിക്കാത്ത, ഉള്ളത് വെച്ച് ജീവിക്കാൻ പഠിച്ചവൻ. അതുകൊണ്ട് അവന് സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റും. ചാകാൻ ആർക്കും പറ്റും, ജീവിച്ചു കാണിക്കാനാ ഒറ്റ ജീവിതമേ ഉള്ളൂ. മനസ്സിലാക്കിക്കോ, ഒറ്റ ജീവിതം. ഞങ്ങളുടെ നാട്ടിൽ ധോണി കേട്ടോ, പ്രമോട്ടൻ. എറിഞ്ഞടാ കളി ഇപ്പൊ ഊർജത്തോടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചെക്കന്മാര്. പത്താനി ഗ്രൗണ്ടിലത്തെ മെയിൻ പ്ലെയർ ആണ്. ഓനാണ് പഠിച്ചത്. ഒറ്റ ബോൾ ഓൻ അടിച്ചില്ല. 1 2 3 4 5
ഓനെ മഹമ്മദ് ഔട്ടാക്കിയ ആ ചെറുക്കനെ പാവത്തിന് ഔട്ടാക്കിയാണ് ആ മഹമ്മദ്. ഓന് കളി ഓനെവിടെ നോക്കിയത് അതാ പ്രശ്നം. ഈ മുഖം നിറയെ സത്യസന്ധതയാണ്, ആത്മാർത്ഥതയാണ്. മുതലാളിക്ക് വേണ്ടി ഉണ്ണിവാസു മരിക്കാൻ വരെ തയ്യാറാണ്. മുതലാളി സത്യസന്ധതയുടെ മുഖം കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇങ്ങോട്ട് നോക്കിയേ. ചെമ്പഴുക്ക തൊട്ടെടുത്ത് അമ്പലം കൂട്ടുന്നതായ ചെമ്പരത്തി. എവിടെ നിന്ന് കിട്ടിട ഇങ്ങനെയുള്ളവന്മാരേക്കാ? ഇത് എങ്ങനെ കറക്റ്റ് എന്റെ ടീമിൽ തന്നെ ഒന്ന് കേറി? സോന്റെ എഡിറ്റ് ഇറങ്ങോ? അങ്ങനെ കളിയത്തെ തല്ലും കുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞാട് ഞങ്ങൾ ഏതായാലും അവിടുന്ന് പോയി. അപ്പോൾ ഇനിയും സന്ദർഭം വരെ വണക്കം, ബൈ ബൈ.